ഈയിടെയായി അമേരിക്കയിലുള്ള മലയാളികളൊക്കെ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അയ്യോ, അമേരിക്കയിലെ ഒരുപാട് റൂൾസുകളൊക്കെ മാറി, അതുകൊണ്ട് നമ്മൾക്കിനിയും പോയി വരാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്നൊരു പേടിപ്പെടുത്തുന്നത് പോലെയുള്ള വാർത്തകളാണ് യൂട്യൂബിലെല്ലാം വരുന്നത് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അതിൽ നിന്ന് നമുക്ക് സമാധാനമായിട്ട് പോയി വരാം എന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുവാണ്. അപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ എന്തെല്ലാം ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ വേണം, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പോയി വരാം. കാരണം നമ്മൾ അമേരിക്കയിൽ തന്നെയാണ് താമസിക്കുന്നത്, നമ്മൾക്ക് അമേരിക്കയുമായിട്ടൊരു ബന്ധമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിനുള്ള ഡോക്യുമെന്റ്സ് ഒക്കെയാണ്. ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലസ് മാത്യു. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നമ്മുടെ അമേരിക്കൻ ഗ്രീൻ കാർഡ് നഷ്ടപ്പെടാനുള്ള റെഡ് ഫ്ലാഗ്സ് എന്തെല്ലാമാണെന്ന് ഒന്ന് വിശദീകരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഗ്രീൻ കാർഡ് ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ലീഗലായിട്ട് അമേരിക്കയിൽ പോയി ലീഗലായിട്ട് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ പെർമനന്റ് ആയിട്ട് അമേരിക്കയിൽ ജീവിക്കാനും അതേ തുടർന്ന് കുറെ ആനുകൂല്യങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം അനുഭവിക്കാനായിട്ടും പെർമിഷൻ തരുന്നതാണ് ഈ ഗ്രീൻ കാർഡ്. പക്ഷേ ഈ ഇടയായിട്ട് അമേരിക്കൻ ഗ്രീൻ കാർഡ് ഒക്കെ റദ്ദ് ചെയ്തിട്ട് ആൾക്കാരെ തിരിച്ചുവിടുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഒത്തിരി കേൾക്കുന്നുണ്ട് അല്ലേ. ഒക്കെ ശരിയൊക്കെ തന്നെയാണ്, കുറെ പേരെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, അതിന് തക്കതായ കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുറെ റെഡ് ഫ്ലാഗ്സ് ഉണ്ട്. ആ റെഡ് ഫ്ലാഗ്സിൽ നമ്മൾ പെടാതിരിക്കാനായിട്ട് നോക്കണം. നമ്മൾ ഇമിഗ്രേഷൻ ഓഫീസറിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ ആ റെഡ് ഫ്ലാഗ്സ് ഓട്ടോമാറ്റിക്കലി അവർക്ക് തെളിഞ്ഞു വരും. നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ അതെല്ലാം തെളിഞ്ഞു വരും. അപ്പോൾ നമ്മൾക്ക് അതില്ലാതിരിക്കാനായിട്ട് വേണം നോക്കേണ്ടത്. അപ്പോൾ അതെന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തെ റെഡ് ഫ്ലാഗ് എന്താണെന്ന് വെച്ചെന്നാൽ നമ്മുടെ ഡ്രൈവേഴ്സ് ലൈസൻസ് എക്സ്പയർഡ് ആയിപ്പോയി. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രൈവേഴ്സ് ലൈസൻസ് എക്സ്പയർ ആയി പോയി കഴിഞ്ഞാൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങൾ അത് റിന്യൂ ചെയ്തില്ല? കാരണം അത് ഭയങ്കര അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഡ്രൈവേഴ്സ് ലൈസൻസ്. അമേരിക്കയിൽ ഉടനീളം യാത്ര ചെയ്യാനായിട്ട് നമ്മുടെ ആ ലൈസൻസ് മതി നമ്മുടെ ID ആയിട്ട്. അല്ലെ എവിടെ പോയെന്ന് പറഞ്ഞാലും ഡ്രൈവേഴ്സ് ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ചുള്ള സകല വിവരങ്ങളും അറിയും. അപ്പൊ നമ്മുടെ കറന്റ് അഡ്രസ്സുമായിട്ടുള്ള ഒരു ഡ്രൈവേഴ്സ് ലൈസൻസ് എക്സ്പയറി ആകാതെ സൂക്ഷിക്കണം. അങ്ങനെ അത് എക്സ്പയറി ആയതാണെങ്കിൽ അത് റെഡ് ഫ്ലാഗ് ആയിട്ട് അവിടെ തെളിയും. പിന്നെ രണ്ടാമത്തെ റെഡ് ഫ്ലാഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമേരിക്കൻ ഗ്രീൻ കാർഡ് ഹോൾഡർ ആണ്, പക്ഷെങ്കിൽ നമുക്ക് അവിടെ ഒരു ബാങ്ക് ബാലൻസേ ബാങ്ക് അക്കൗണ്ടേ ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു 5-6 മാസത്തേന് അല്ലെങ്കിൽ ഒരു 2 കൊല്ലത്തെ റീ എൻട്രി പെർമിറ്റും ഒക്കെ എടുത്ത് ഇന്ത്യക്ക് പോരുവോ ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഓർക്കോ, അയ്യോ ബാങ്കിൽ ഈ അക്കൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇനി തിരിച്ചു വരുമ്പോൾ വേറൊരെണ്ണം എടുക്കാമെന്നും പറഞ്ഞിട്ടൊക്കെ ക്ലോസ് ചെയ്തേച്ച് പോകും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പൊ നമുക്ക് കറണ്ട് ആയിട്ട് റണ്ണിങ് ഒരു ബാങ്ക് അക്കൗണ്ട് വേണം. കാരണം നമ്മുടെ പൈസ മുഴുവൻ വരുന്ന ബാങ്കിലോട്ടാണ്. അപ്പൊ നമുക്ക് ആ ബാങ്കുമായിട്ട് ഒരു ക്രയവിക്രയമുണ്ട്. അപ്പൊ അവരെ നോക്കിയാൽ അറിയാം നമ്മൾ ജോലി ചെയ്യുന്നുണ്ടോ, നമുക്ക് അതിനകത്തോട്ട് കാശ് വരുന്നുണ്ടോ എന്നുള്ള വിവരം അറിയാം. അപ്പൊ അങ്ങനെ ഇല്ലെന്ന് പറയുകയാണെങ്കിൽ ഇവർ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമ്മളെ അങ്ങ് വല്ലാതെ വിഷമിപ്പിക്കും. എന്നിട്ട് അത് സാറ്റിസ്ഫൈഡ് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മുടെ ക്യാൻസൽഡ് എന്നും പറഞ്ഞ് അടിച്ച് അന്നേരം തന്നെ തിരിച്ച് കയറി പോരേണ്ടി വരും. മൂന്നാമതായിട്ടെന്ന് പറഞ്ഞാൽ നോ റെക്കോർഡ്സ് ഓഫ് വർക്ക്. അപ്പൊ അതും ബാങ്ക് ബാലൻസുമായിട്ട് നല്ല കോറിലേഷൻ ഉണ്ട്. അല്ലാതെ നമ്മൾ ഇടയ്ക്ക് കൊണ്ടേ കുറച്ച് രൂപ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അവർ ചോദിക്കും ഈ ഡോളറൊക്കെ എവിടുന്ന് വരുന്നതാന്ന് ചോദിക്കും. നമുക്ക് വർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ വേണം നമുക്ക് ആ കാശ് വരാനായിട്ട്. അപ്പൊ നമുക്ക് ഒരു വർക്ക് ഹിസ്റ്ററി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർക്ക് സംശയം വരും. കാരണം അമേരിക്കൻ ഗ്രീൻ കാർഡ് തന്നിരിക്കുന്നു പറഞ്ഞാൽ അവിടെ വർക്ക് ചെയ്ത് ജീവിക്കാനായിട്ടാണ്, അല്ലാതെ ആരും നമുക്ക് വല്ലതും ഫുഡ് തന്നിട്ട് ജീവിക്കാനായിട്ടല്ല, അല്ലെങ്കിൽ നമ്മൾ ആരുടെയും കയ്യിൽ നിന്ന് ബെഗ് ചെയ്തിട്ട് ജീവിക്കാനായിട്ടല്ല, തന്നെത്താനെ ജോലി ചെയ്ത് ജീവിക്കാനായിട്ടാണ് അമേരിക്ക പെർമിഷൻ തരുന്നത്. അപ്പൊ എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല? അതൊരു റെഡ് ഫ്ലാഗ് ആണ്. നാലാമത്തെ റെഡ് ഫ്ലാഗ് ആണെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് ആരും റിലേറ്റീവ്സ് ഇല്ല. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആരുണ്ട് അവിടെ അമേരിക്കയിൽ? എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മുടെ ഓൺ ഹസ്ബൻഡോ വൈഫോ മക്കളോ ആരെങ്കിലും ഉണ്ടല്ലേ, പേരൻസോ ആരെങ്കിലും ഉണ്ടെന്നുള്ള നമ്മുടെ ഓൺ റിലേറ്റീവ് ആരെങ്കിലും അവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയണം. അപ്പൊ അന്നേരം അവരുടെ അഡ്രസ്സ് ചോദിക്കുമായിരിക്കും, പേര് ചോദിക്കുമായിരിക്കും, എല്ലാം ഉണ്ട്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏത് സ്റ്റേറ്റ് ആണ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അവർക്ക് അന്നേരം അത് ട്രേസ് ചെയ്യാനായിട്ട് പറ്റും കറക്റ്റ് ആണോ എന്ന്. സപ്പോസ് ആരും ഇല്ലാത്ത ഒരാള് ഈ ടു ആൻഡ് ഫ്രോ എപ്പോഴും പോവുകയും വരികയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേ ഇവിടെ സംശയം വരുവല്ലേ, അതൊരു റെഡ് ഫ്ലാഗ് ആണ്. അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെഡ് ഫ്ലാഗ് ആണ് എന്ന് പറഞ്ഞാൽ കണിശമായിട്ട് പിടിക്കും. എന്താണെന്ന് അറിയാമോ? ടാക്സ് റിട്ടേൺ ചെയ്യുന്നതിന്റെ വിവരങ്ങൾ. കാരണം നമ്മളൊരു ഗ്രീൻ കാർഡ് ഹോൾഡർ ആണെങ്കിൽ വർക്ക് ചെയ്യണം അല്ലെ, കാശ് കിട്ടും. നമ്മൾ ഇയർലി ടാക്സ് റിട്ടേൺഡ് അല്ലെ ഫയൽ ചെയ്യണം. അത് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പൊ അത് ചെയ്തിട്ടില്ലെങ്കിൽ കണിശം റെഡ് ഫ്ലാഗ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ടാക്സ് ഫയൽ ചെയ്യുന്ന വേറൊന്ന്, ഇമിഗ്രേഷൻ വേറൊന്ന്.
പക്ഷെ ഈ ഇമിഗ്രേഷൻ ഓഫീസും IRSും തമ്മിൽ ഡേറ്റ അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്തതാണെങ്കിൽ ഇമിഗ്രേഷൻ ഓഫീസർ നമ്മുടെ പാസ്പോർട്ട് ഒന്ന് സ്കാൻ ചെയ്യുമ്പോഴേ മനസ്സിലാക്കും, അല്ലെങ്കിൽ ഈ ഗ്രീൻ കാർഡ് ഒന്ന് സ്കാൻ ചെയ്യുമ്പോഴേ മനസ്സിലാക്കും, ഇവൻ ഈ വർഷം ടാക്സ് റിട്ടേൺ ചെയ്തിട്ടില്ല, എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പൊ നമ്മൾ പെട്ടു. നമ്മൾ ടാക്സ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ കണിശമായിട്ടും പെട്ടു. എന്തുകൊണ്ട് ടാക്സ് ഫയൽ ചെയ്യുന്നില്ലെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെന്തെല്ലാം ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ 5 കാര്യങ്ങൾ, ഈ റെഡ് ഫ്ലാഗ്സ് ഉണ്ടാകാതിരിക്കാനായിട്ട്, നമ്മുടെ പേരിന് അഗൻസ്റ്റ് ആയിട്ട് റെഡ് ഫ്ലാഗ്സ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലീഗലായിട്ട് അമേരിക്കൻ ഗ്രീൻ കാർഡ് ഉള്ളവർക്കാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നിരുന്നാലും നമ്മൾക്ക് അതിന് ആവശ്യമായ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലിരിക്കണം. പ്രത്യേകിച്ച് ഇപ്പം ഈ റൂൾസ് എല്ലാം ഭയങ്കര ടൈറ്റ് ആയിട്ട് അവര് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത് കൊണ്ട് അത് കണിശമായിട്ടും അറിഞ്ഞിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കുണ്ടല്ലോ, നമ്മൾ അതിന്റെ എല്ലാം കറക്റ്റ് ആയിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ്സ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾക്ക് ഈസി ആയിട്ട് അമേരിക്കയ്ക്ക് പോവുകയും വരികയും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ശ്രമിക്കുക. നമ്മളല്ലാതെ വെറുതെ ഇപ്പൊ അമേരിക്കയെ കുറ്റം പറഞ്ഞിട്ട് വേറെ ഏത് രാജ്യത്തെ കുറ്റം പറഞ്ഞാലും ഒരു കാര്യവും. കാരണം അവരവരുടെ രാജ്യത്തെ നിയമങ്ങളൊക്കെ അവര് കൊണ്ടിരുന്നതാണ്. നമുക്ക് അവിടെ പോയി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ചല്ല പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ റെഡ് ഫ്ലാഗ്സ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കുക. അപ്പൊ വെറുതെ നമ്മൾ കിടന്നുകൊണ്ട് ഒരുപാട് ആദ്യം എടുക്കേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഇമിഗ്രേഷന്റെ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു അറ്റോർണിയോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ കൂടിയൊക്കെയാണ് പോന്നിരിക്കുന്നെങ്കിൽ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമാണ്, നമ്മൾക്ക് ഒരു റെഡ് ഫ്ലാഗും ഉണ്ടാകാതിരിക്കാനായിട്ട് നോക്കണം. അങ്ങനെ നോക്കിയെന്നാൽ നമ്മൾ ഒന്നിനെ ഓർത്തും ബേജാറാകേണ്ട യാതൊരു കാര്യവും ഇല്ല കേട്ടോ. Okay, bye.